തനിക്ക് ലഭിക്കുന്ന ഓരോ കഥാപാത്രത്തിലേക്കും തന്നിലെ നടന വൈഭവത്തെ സന്നിവേശിപ്പിച്ച് സ്വയം ആ കഥാപാത്രമായി ജീവിച്ചു കാണിച്ച നടനാണ് തിലകൻ. അതെല്ലാം എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന രീതിയിൽ അടയാളപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആ അടയാളപ്പെടുത്തലുകൾ മതി തിലകൻ എന്നും മലയാളിയുടെ ഓർമ്മ പുസ്തകത്തിൽ പെരുന്തച്ഛനായി നിറഞ്ഞു നിൽക്കാൻ. ആ നടന വൈഭവം അഭിനയത്തിന്റെ തിരശീല താഴ്ത്തിയിട്ട് 13 വർഷം. നാടകവേദി രൂപപ്പെടുത്തിയ നടനമാണ് തിലകനെ സിനിമയിലെത്തിക്കുന്നത്. PJ ആന്റണി സംവിധാനം ചെയ്ത പെരിയാർ എന്ന ചിത്രത്തിലൂടെയാണ് 1973 സിനിമ അരങ്ങേറ്റം. വിശ്വസിച്ചില്ലടാ ഈ ചെറ്റകള്. നീ എന്റെ അനന്തരാണെന്ന് പറഞ്ഞപ്പോ ഈ കൂലിപ്പൊട്ടാളെ ഇളിച്ച് ഇപ്പഴാ. ശബ്ദം കൊണ്ടും ശരീരഭാഷ കൊണ്ടും കഥാപാത്രങ്ങളുടെ വൈവിധ്യം കൊണ്ടും തിലകൻ എന്നും പ്രേക്ഷകർക്ക് പുതുമ സമ്മാനിച്ചുകൊണ്ടേയിരുന്നു. പെരുന്തച്ഛനും മൂന്നാം പക്കത്തിലെ മുത്തച്ഛനും സേതുമാധവന്റെ അച്ഛനും സ്ഫടികത്തിലെ ചാക്കോമാശും മലയാളിയുടെ ഉള്ളിലിരുന്ന് ഇന്നും വിങ്ങുന്നുണ്ട്. എന്നാൽ അതിനപ്പുറം വില്ലൻ വേഷത്തിലും തിളങ്ങിയിട്ടുണ്ട് തിലകൻ. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ പോലുള്ള ചിത്രങ്ങൾ ഉദാഹരണം. ഇന്നലത്തെ ഇറങ്ങാത്തതോ അതോ കാലത്ത് ഫ്രഷ് ആയിട്ട് അടിച്ചതോ? അല്ലേ കിടന്ന് ഒച്ച ഉണ്ടാക്കരുത്, വേലി ഇനിയും പൊളി. ചോണയുണ്ടാ പൊളിക്കടാ. 2 വാറ് കണ്ടടാ ഞാൻ. മേലാലി വേലിക്ക് ഇപ്പുറത്തെ കാല് കുത്തിയാൽ എഴഞ്ഞാ നീ തിരിച്ചു പോകും. തീരെ മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റം കണ്ട ചിലപ്പോ അപ്പുറത്ത് വന്നെന്ന് വരും. അവസാന കാലത്ത് അഭിനയിച്ച ഇന്ത്യൻ റുപ്പി, ഉസ്താദ് ഹോട്ടൽ ചിത്രങ്ങളിലെ വേഷങ്ങളും തിലകൻ എന്ന പ്രതിഭയെ അടയാളപ്പെടുത്തി. വരുന്ന കാലത്തിന്റെ ചൂണ്ടുപലക കൂടിയായിരുന്നു തിലകന്റെ ഓരോ വിരൽ ചൂണ്ടലുകളുമെന്ന് മലയാളി ഇന്ന് തിരിച്ചറിയുന്നു. ഇയാൾ തീറ്റപ്രിയനാണ്, മെനങ്ങാക്കള്ളനാണ് എന്ന് രാമൻ എങ്ങനെ അറിഞ്ഞു? കണ്ടാൽ അറിഞ്ഞൂടെ? ശല്യപ്പെടുത്താൻ ഇനി വരില്ല, ഇടയ്ക്ക് അങ്ങനെയും വേണം. തിലകന് മാത്രം അനശ്വരമാക്കാൻ കഴിയുന്ന വേഷങ്ങൾ ഇപ്പോഴും അതുപോലൊരു ഉടലില്ലാതെ ബാക്കിയാകുന്നു. എന്റെ അനുജന്മാരെ തല്ലിക്കുമല്ലേ? ഞങ്ങൾ ചേട്ടാനിമാർ പലതും ഉണ്ടാവും, അത് കണ്ടിട്ടായിരിക്കും. ഇനി എന്റെ അനുജന്മാരുടെ ദേഹത്തെങ്ങാനും ഒരു തരി മണ്ണ് നുള്ളിട്ടാണുണ്ടല്ലോ തള്ളേ, ഈ നിൽക്കുന്നവന്മാരുടെ കാര്യത്തിന് പോലെ തലയുണ്ടാവില്ല. അതിന് ഞങ്ങൾക്ക് റൗഡികളുടെ ആവശ്യമൊന്നുമില്ല, നേരിട്ട് വന്ന് ചെയ്യും. ബാലരാമനാ പറയുന്നു. സെപ്റ്റംബർ മലയാളത്തിന് നഷ്ടമാക്കിയത് അഭിനയകലയിലെ പെരുന്തച്ഛനെയാണ്. നിന്റെ അച്ഛനാണാ പറയുന്നത് കത്തി താഴെയിട. ന്യൂസ് ഡെസ്ക്, സൗത്ത് വിഷൻ.